ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരസ് വേൾഡിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പം കൺഫർമേഷൻ ലിസ്റ്റൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 3 ദിവസം കൂടെ ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങാനായിട്ട്. അപ്പം ലാസ്റ്റ് നമ്മൾ പറഞ്ഞുറപ്പിക്കുകയാണ്. അതിനേക്കാളും ബിഗ് ബോസ് തുടങ്ങുന്നതിനേക്കാളും രസം എന്താണെന്ന് വെച്ചാൽ ഈ റിവ്യൂ ചെയ്യുന്ന ചാനലുകാർ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊരിഞ്ഞാടി എന്ന് വെച്ചാൽ പൊരിഞ്ഞാടി. നീ എൻ്റെ ഈച്ചക്കോപ്പി ഉണ്ടാക്കി, നീ എൻ്റെ ഇത് കണ്ടന്റ് അടിച്ചുകൊണ്ട് പോയി, അങ്ങനെയാണ് നീ എൻ്റെ തമ്നയിൽ അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാവലും ബഹളവും തന്നെ. 2-3 ദിവസമായിട്ട് അങ്ങനത്തെ കുറേ വീഡിയോസ് ഇറങ്ങിയിരിക്കുന്നത്. ആരൊക്കെയാണ് ഏതൊക്കെയാന്നൊക്കെ പിന്നെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും. രേവതി വന്ന് ഭയങ്കര കംപ്ലൈൻറ്റ് പറച്ചിലായിരുന്നു. എന്നാലും നീ എന്തോ പറഞ്ഞു, പക്ഷെ നീ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു, അത് ഞാൻ സഹിക്കത്തില്ല, ഞാൻ പുറത്ത് വരത്തില്ല, നീ അത് അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറയുന്ന ഒന്നേ ഉള്ളൂ, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം, നമ്മുടെ കഷ്ടപ്പാടിനുള്ള കൂലി നമുക്ക് കിട്ടും. അല്ലാതെ അടിച്ചു മാറ്റിയാൽ അത് അവർ അനുഭവിച്ചോളും, അതിനുള്ള റിസൾട്ട് അവർക്ക് തന്നെ കിട്ടിക്കോളും. അപ്പം നമ്മൾ നോക്കുക. അപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. രേവതി ടെൻഷനൊന്നും അടിക്കണ്ട. ഓക്കെ, അപ്പം നമ്മളിപ്പം ലാസ്റ്റ് കൺഫർമേഷൻ ലിസ്റ്റാണ് പറയുന്നത്. നമുക്ക് ആദ്യമേ രേണുവിൽ നിന്ന് തുടങ്ങാം. രേണു ഹൗസിലേക്ക് കയറി എന്നൊക്കെ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ വൈൽഡ് കാർഡായിട്ടായിരിക്കും വരുന്നതെന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ രേണു വരുന്നതാണ് നല്ലത്, നമുക്ക് കണ്ടന്റ് കിട്ടും, നമുക്ക് കുറച്ചുകൂടെ അതാണ് സൗകര്യം. ഓക്കെ, പ്രജീഷിൻ്റെ കാര്യം, രേണു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രജീഷും ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. പിന്നെ അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആദ്യമേ ദേവി അജിത്തിനെ പറയുന്നുണ്ട്, പിന്നെ ആര്യനെ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് ബോബൻ ആലുമൂടൻ. ദേവി അജിത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഋതികാർ എന്ന പടത്തിൻ്റെ പ്രൊഡ്യൂസറെ വൈഫാണ്. പിന്നെ ബോബൻ ആലുമൂടൻ്റെ മകൻ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളാരാന്ന് വെച്ചാൽ അപ്പാനി ശരത്ത്. പിന്നെ ഗായത്രി ദേവി, കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബറാണ് ഗായത്രി ദേവി, കിങ്ങിണി എന്ന് പറയും. അപ്പം ഗായത്രി ദേവിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനുമോൾ നമ്മൾ നേരത്തെ കേട്ട പേരാണ്. പിന്നെ രഗ്നേഷ് VR, അതും നേരത്തെ കേട്ടതാണ്. പിന്നെ അക്ബർ ഖാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദിത്യനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും 2-3 പ്രാവശ്യം നമ്മൾ പ്രൊഡിഷൻ ലിസ്റ്റിൽ ഇട്ടതാണ് ആദിത്യൻ്റെ പേര്. പിന്നെ റാണിയ, പിന്നെ ഷാനവാസ് ഷാനു, പിന്നെ വന്നിട്ട് പ്രശാന്ത് പുന്നപ്ര, അതായത് മറ്റേ എന്താണ് ബൈജു എന്നൊക്കെ പറഞ്ഞ ഒരു കള്ളു കുടിച്ചിട്ട് വരുന്ന കുറേ സ്കിറ്റൊക്കെ ചെയ്ത ആ പുള്ളിക്കാരൻ. പിന്നെ വന്നിട്ട് ആദില നൂറ. പിന്നെ VJ നാഷ് ഏതാന്ന് ചോദിച്ചാൽ അർച്ചനയുടെയൊക്കെ കൂടെ ഒരു കാലത്ത് കിരൺ TV-യിലൊക്കെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അർച്ചനയുടെ ക്ലോസ് ഫ്രണ്ടായ VJ നാഷ് ഇപ്പോൾ ഒരു താടിയൊക്കെ വളർത്തിയ ഒരു ലുക്ക്. അപ്പം VJ നാഷ് വരാൻ ചാൻസ് ഉണ്ട്. പ്രശ്നേഷിനെയും പറയുന്നുണ്ട്, പ്രശ്നേഷ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രേഖ രതീഷ്, അത് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പം ഏകദേശം 98% രേഖ രതീഷിന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് RJ അഞ്ജലി, അതുപോലെ ബിൻസിയും പറയുന്നുണ്ട്. RJ, ഇവരെ 2 പേരിൽ ഒരാൾ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ബിന്നി സെബാസ്റ്റ്യനെ പറയുന്നുണ്ട്, അത് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ കൊടുത്ത പേരായിരുന്നു. അപ്പം അങ്ങനെ ഇത്രയും പേരുകളൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ കുറച്ച് അത്ര അങ്ങോട്ട് ഉറപ്പില്ലാത്ത പേരെന്ന് വെച്ചാൽ ബിജു സോപാനം നമ്മുടെ ബിജു സോപാനത്തിനെ പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെ ഇത്രയും ലിസ്റ്റൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു, എത്രത്തോളം ഇത് കറക്റ്റ് ആവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം. നിങ്ങളെപ്പോലെ ഞാനും വളരെ ആകാംക്ഷയോടെ എത്രയും പെട്ടെന്ന് ആ ഒരു ടൈമിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ.